ഹലോ ഷൂൺ, വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ലോഗ്. സോ ഈ വ്ലോഗിൽ എങ്ങനെ ഒരു ചക്കയുടെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ആയിട്ടുള്ള റെസിപ്പിയാണ്, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വേർഷൻ കാണിക്കുന്നു. നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ അട ഉണ്ടാക്കുമ്പോൾ അട സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇപ്പോൾ നമ്മൾ ശർക്കര മെൽറ്റ് ചെയ്ത ആ ഒരു വെള്ളവും ചക്കയുടെ വെള്ളമൊക്കെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വറ്റി തുടങ്ങുമ്പോഴാണ് നമ്മൾ ഗീ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ഗീ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സോൾട്ടഡ് ബട്ടറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതാകുമ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ ആ ഫ്ലേവറും കൂടി വരുമ്പോൾ ഇതൊന്ന് ടേസ്റ്റി ആവും. എന്നിട്ട് ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ഓഫാക്കുക. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇതൊന്ന് ചൂട് പോകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇത്ര പൊടി നമുക്കൊരു ഇതിന് ആവശ്യത്തിനുള്ള പൊടി നമ്മൾ ഇടയ്ക്ക് ചേർക്കേണ്ടി വരും. ജസ്റ്റ് ഇനീഷ്യലി ഇത്ര പൊടി എടുക്കുക. അരിപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഈ സാധനം നല്ല ബെസ്റ്റ്. റവയിലൊക്കെ കിട്ടും കേട്ടോ. ഉപ്പ് വേണം. അപ്പോൾ ഒന്നൊന്ന് കറക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്നപ്പം എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ചക്ക ആട്ടിയെടുക്കുക. വരട്ടി വെച്ച ഈ സാധനം കൂടി എടുക്കുക. ഇതൊക്കെ പോവും, അത് കരിയാക്കണ്ട. എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്കതും ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഇച്ചിരി ചൂടൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ സഹിക്കണം. അതൊക്കെ ഇതിൻ്റെ പെർഫെക്റ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ വരട്ടി വെച്ച് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ വരട്ടിയതും നമ്മളിപ്പോൾ ചേർത്ത അരിപ്പൊടിയും കൂടി ഇളക്കി ഈ ഒരു ഫോമിലെത്തുമ്പോൾ നമുക്ക് നമ്മളിങ്ങനെ കൈയൊക്കെ നക്കിയാൽ നമ്മുടെ കൈയിൻ്റെ പാടൊക്കെ കാണാൻ പറ്റും ചെറുതായിട്ട്. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം ഒന്ന് തുളുമ്പി കൊടുത്താൽ മതി. ഇത്ര വെള്ളം മതി കേട്ടോ. ഇത്രയും വെള്ളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഞാനിതിനകത്ത് ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗീ ഉള്ളവർക്ക് ഇഷ്ടം, ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. അല്ലാത്തവർ ഇങ്ങനത്തെ ബട്ടർ, സോൾട്ടഡ് ബട്ടർ വെച്ചാൽ മട്ടയ്ക്കില്ല, ഉപ്പ് വരില്ല നമുക്കിങ്ങനെ. അപ്പോൾ ആ ഒരു മട്ടപ്പ് വരില്ല, നല്ലതായിരിക്കും അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഓക്കെ, നോക്കിട്ടോ, നല്ലൊരു ഗ്ലോ കാണാണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെയാണ്. ഇതാകുമ്പോൾ സെറ്റായി. ഇനി നമുക്ക് ഈ ഒരു കറക്കം നിർത്താം. ഇല ഞങ്ങളിപ്പോൾ ഈ ഇലയാണ് എടുത്തിരിക്കുന്നത്, ബേ ലീവ്സ്. അതെടുത്തിട്ട് ഒന്ന് കഴുകി കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ പരത്താം നന്നായിട്ട്. ഈ ഇല മൊത്തം പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതിങ്ങനെ രണ്ടാക്കി മടക്കുക. നല്ല ഒരു ഒട്ടണ പോലെ ഇതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നോളും. ഇതുപോലെ നമ്മൾ എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് വയ്ക്കാം. ചെയ്യുമ്പോൾ കീറും, പക്ഷെ നമ്മൾ കാര്യമാക്കരുത്. കാരണം നമ്മൾ തന്നെയല്ലേ കഴിക്കണം. അതുകൊണ്ട് കീറും, സൗണ്ട് കേൾക്കും. അതൊന്നും കാര്യമാക്കണ്ട. അപ്പം എൻ്റെ കൈ നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ട്, അപ്പോൾ ഒന്ന് ഇച്ചിരി വെള്ളം നനച്ചിട്ടൊന്ന് നമ്മൾ ഒരു അപ്പച്ചമ്പ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് വേഗം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇത് മോളിക്ക് വെക്കാൻ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് ഓണാക്കുക. നല്ല ഹൈ ഫ്ലെയിമിൽ ഇത് വെച്ച് കൊടുക്കുക. അടച്ചങ്ങ് വെക്കുക. ഇത് ഇത് സാധാരണ പോലെ നമുക്ക് അറിയുന്ന കാര്യം, ആവി വരണ വരെ അങ്ങോട്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ടേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ 6 മിനിറ്റിൽ അത് വെച്ചു. അത് കഴിഞ്ഞ് ഇത് പാവി വന്നു. ഓഫ് ആക്കിയിട്ടൊന്ന് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചു, ഒന്നും കൂടി ഒന്ന് ആവാൻ വേണ്ടിയിട്ട്.
ഊതാം. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സെറ്റായി കഴിഞ്ഞു. ഉള്ളു പരിപാടി. ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ എളുപ്പമാണ്. നമ്മളിപ്പോൾ കുറേ പേർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുഴയ്ക്കാനൊക്കെ സമയമെടുക്കും. അതല്ല കുറച്ച് പേർക്കൊക്കെ ആണെങ്കിൽ ഇത് അത്ര പാടൊന്നുമില്ല. ഉണ്ടാക്കിയ രസമാട്ടോ, നല്ലതാണ്. അപ്പോൾ നല്ല അടിപൊളി സാധനം ശരിയായിട്ടോ. ഇനിയിപ്പോൾ കഴിഞ്ഞു, നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ബൈ ബൈ.